ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ സൗപർണിക നദി. മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു നദിയാണ് സൗപർണിക നദി. കർണാടകയിലെ അംബാവനത്തിൽപ്പെടുന്ന കുടജാദ്രി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് സൗപർണിക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സാമീപ്യമാണ് ഈ നദിയുടെ പ്രസിദ്ധിക്ക് കാരണം. വരാഹി, കേതക, ചക്ര, കുബ്ജ എന്നീ നദികൾ സൗപർണികയിൽ ലയിക്കുന്നു. സൗപർണിക നദിയുടെ ഐതിഹ്യം: കുടജാദ്രിയിലെ ഗണപതി ഗുഹയിൽ ദീർഘകാലമായി തപസ് ചെയ്യുകയായിരുന്ന മുകാസുരന് മുൻപിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇതറിയാതെ മുകാസുരൻ തപസ് തുടർന്നു. ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലം മുകാസുരൻ്റെ മുഖത്ത് തളിച്ച് ഉണർത്തുകയും ജലം കുടിക്കാൻ നൽകുകയും ചെയ്തു. പാനശേഷം ബാക്കി വന്ന ജലം മുകാസുരൻ നിലത്തൊഴിച്ചെന്നും അതിൽ നിന്നാണ് സൗപർണിക നദി ഉണ്ടായതെന്നും കരുതപ്പെടുന്നു. ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്തു എന്നും തപസ്സിൽ സന്തുഷ്ടയായ മൂകാംബിക ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്നും ആവശ്യപ്പെടുന്നു എന്നാണ് സങ്കല്പം. ഇന്ത്യയിലെ കർണാടകയിലെ ബൈന്ദൂർ താലൂക്കിലൂടെ ഒഴുകുന്ന നദിയാണ് സൗപർണിക നദി. വരാഹി, കേതക, ചക്ര, കുബ്ജ എന്നീ നദികളുമായി ചേർന്ന് അറബിക്കടലിൽ ലയിക്കുന്നു. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിന് സമീപം ഈ നദി ഒഴുകുന്നു. അതിനാൽ ഇത് കൊല്ലൂർ നദി എന്നും അറിയപ്പെടുന്നു. മൂകാംബികയിലെത്തുന്ന ഭക്തർ ഇത് പുണ്യനദിയായി കണക്കാക്കപ്പെടുന്നു. സൗപർണിക നദിയിലെ ശാന്തമായ ജലം സുപർണ എന്ന ഗരുഡൻ ഈ നദീതീരത്ത് തപസ് ചെയ്ത് മോക്ഷം പ്രാപിച്ചതിനാലാണ് സൗപർണിക എന്ന പേര് ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ കുടജാദ്രി കുന്നുകളിലൂടെ ഒഴുകിയെത്തുന്ന ഈ സൗപർണിക നദിയിലെ ജലത്തിനും ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സൗപർണിക നദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം വേണം മൂകാംബിക ദേവിയെ ദർശിക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. സൗപർണിക നദിയിൽ കുളിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ മാറാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സൗപർണിക നദിയുടെ മറുവശത്ത് കർണാടക ഫോറസ്റ്റാണ്. അവിടെ സ്വൈരവിഹാരം നടത്തുന്ന അനേകം വാനര കുടുംബങ്ങളുമുണ്ട്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഞങ്ങൾ വേനൽക്കാലത്തായിരുന്നു സൗപർണിക നദിയിൽ പോയത്. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും ആഴമുള്ള ഭാഗത്തേക്ക് പോകരുത് എന്ന് അവിടുന്ന് പ്രത്യേകം അനൗൺസ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല വേനലായതിനാൽ എല്ലാ കല്ലുകളും തന്നെ കാണാം. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കല്ലിലൊക്കെ ഇരിക്കുകയും ഫോട്ടോ എടുക്കുകയും അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കാണുകയും ഒക്കെ ചെയ്യാം. സൗപർണിക നദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം ആദ്യം തന്നെ പോയി കാണേണ്ടത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നദിയുടെ തീരത്തോട് ചേർന്ന് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ പോയി നമ്മൾ ആ ഗണേശ ഭഗവാനെ തൊഴുതിട്ട് വേണം മൂകാംബികയിലേക്ക് പോകാനായിട്ട്. സൗപർണികയിലെ ഈ കല്ലുകൾക്ക് എന്തുമാത്രം കഥകൾ പറയാനുണ്ടാകുമായിരിക്കാം. സൗപർണിക നദിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ഇടതുവശത്തായിട്ട് ഒരു ചായക്കടയുണ്ട് കേട്ടോ. ആ ചായക്കടയിൽ നല്ല നാട്ടിലെ ചായ കിട്ടും. റേറ്റും വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അമ്മേ ദേവി മൂകാംബികേ ശരണം.